ഹലോ, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കൃഷി ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. നമുക്ക് വീഡിയോ കണ്ടാലോ? കുറച്ച് മഞ്ഞളാണ് കേട്ടോ, മഞ്ഞളിൻ്റെ കൃഷിയാണിത്. അപ്പം മഞ്ഞൾ ഇപ്പോൾ പറിക്കാൻ സമയമായിട്ടുണ്ട്. ഈ മഞ്ഞൾ കുറച്ച് ചാണപ്പൊടിയും കരിയിലൊക്കെ ആദ്യം ഇട്ട് കൊടുക്കും. എന്നിട്ടാണ് മുള വന്നതിന് ശേഷം മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് കരിയില ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ അത് നടണത് കേട്ടോ. അത്യാവശ്യം കടമൊക്കെ ഉണ്ട്. ഇതാ, വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇതിനിടുന്നില്ല. ഇഞ്ചി അങ്ങനെ തന്നെയാണ് കേട്ടോ. കരിയില ഇടുക ആദ്യം, മണ്ണ് കളച്ചതിന് ശേഷം കരിയില ഇടുക. എന്നിട്ട് മുള വന്നതിന് ശേഷമാണ് കരിയിലയും ചാണപ്പൊടിയും വീണ്ടും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ നടുക. ഇഞ്ചി അത്യാവശ്യം കടയുണ്ട്. ഈ കുറച്ച് പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ പ്രത്യേകിച്ച് നമ്മളൊരു വളം ഇട്ട് കൊടുക്കണില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. മഴ പെയ്തിട്ടുള്ള വെള്ളം, പിന്നെ വേനൽക്കാലത്ത് വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കൊന്നുമില്ല. മഴക്കാലത്തുള്ള ആ വെള്ളം തന്നെ വേണ്ടുള്ളൂ. ഇത് അധികമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും 2-3 ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട് പൈനാപ്പിള്. ഇതാ ഇതിൻ്റെ ഉള്ളിലൊന്നുണ്ട്. അത്യാവശ്യം പൊട്ടിക്കാനായിട്ടുണ്ട്, വലുപ്പമായിട്ടുണ്ട് ഇതിട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണാൻ നമുക്ക് നല്ല സന്തോഷമാണ് അല്ലേ. മനസ്സിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ. നമുക്ക് എപ്പോഴും വിഷമിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലൊരു മുളക് തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുളക്, ചീനമുളക് എന്ന് പറയും ഞങ്ങൾ. ചിലർ അരിമുളക് എന്ന് പറയും, ചിലർ ചീനാപറങ്കി എന്ന് പറയും, കാന്താരി എന്ന് പറയും. അങ്ങനെ ഒരു മുളക് തൈ അതിൻ്റെ ഇടയിലുണ്ടായിട്ടുണ്ട്. ഇനി ഇത് കുരുമുളകാണ് കേട്ടോ. ഈ ഒരു കുരുമുളക് മരം മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഇത് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം കഴിഞ്ഞ വർഷവും അതിന് മേലെ വർഷമൊക്കെ നിറയെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോന്നറിയില്ല, കുറേ കൊഴിഞ്ഞു പോയതിന് ഇതിൻ്റെ എന്തെങ്കിലും കേടാന്നുള്ളത് എനിക്കറിയില്ല. അത് അന്വേഷിച്ചോണം. നല്ല എരിവുള്ള നാടൻ മുളകാണ് കേട്ടോ, നാടൻ കുരുമുളകാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.